ഹായ് സർ, നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. സാർ ആരാണെന്നൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാമോ? എൻ്റെ പേര് വികാസ് എന്നാണ്. സ്വദേശം കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിയിലാണ്. ഞാനിപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത് മലബാർ ഹോസ്പിറ്റൽ, കോഴിക്കോട് എരഞ്ഞിപ്പാലം മലബാർ ഹോസ്പിറ്റൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ PRO ആണ്. അതുപോലെ തന്നെ ഓൺ കെയർ എന്ന് പറയുന്നൊരു പുതിയൊരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ അതുപോലെ തന്നെ ഓൺ കെയർ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെൻറ്ററിൽ PRO ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. മലബാർ ഹോസ്പിറ്റലായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവരുടെ സെക്കൻഡ് ബ്രാഞ്ചാണ്. നിലവിലിപ്പോൾ കണ്ണൂരാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ സെക്കൻഡ് ബ്രാഞ്ച് കാലിക്കറ്റാണ്. മലബാർ ഹോസ്പിറ്റലിൽ ഉണ്ട്, അതിൻ്റെ PRO ആണ്. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ക്യാൻസറിനെ പറ്റിയിട്ടാണ്. ക്യാൻസർ ഭയങ്കര സെൻസിറ്റീവായൊരു ടോപ്പിക്കാണ്. ആൾക്കാർക്ക് സംസാരിക്കാൻ മടിയും ഭയം ഉണ്ടാകുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ക്യാൻസറിനെ പറ്റി ഇത്ര മാത്രം ഭയപ്പെടേണ്ട ആവശ്യം സാറിന് തോന്നുന്നുണ്ടോ? ക്യാൻസറിന് പൊതുവെ എല്ലാവർക്കും ഭയമാണ്. പക്ഷേ എനിക്ക് 2005 ആയിരുന്നു ക്യാൻസർ വന്നത്. ഞാൻ ഗൾഫിൽ ജോലിയെടുക്കുന്ന സമയത്ത് എനിക്ക് കഴുത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു മുഴ കണ്ടതായിരുന്നു. പക്ഷേ അന്ന് ഒന്നാമത് എൻ്റെ ഫാമിലിയിലൊന്നും ആർക്കും ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ടില്ല. പിന്നെ നാട്ടിലൊക്കെ ഏജ് ഓവറായിട്ടുള്ള ഒരുപാട് പേർക്കായിരുന്നു ക്യാൻസർ എന്ന് പറയുന്ന സംഭവം വന്നത്. കാരണം എൻ്റെ അന്നത്തെ ഒരു പ്രായം വെച്ചിട്ട് ക്യാൻസർ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഒരു ഡോക്ടറെ കാണിച്ചു. പക്ഷേ ഞാൻ ചെയ്തൊരു കാര്യം വെച്ചാൽ മടി കൂടാതെ അപ്പം തന്നെ ഒരു ഡോക്ടറെ പോയിട്ട് കാണിച്ചു. അതുകൊണ്ട് എന്നിട്ട് പോലും എനിക്ക് ക്യാൻസർ വന്നത് സെക്കൻഡ് സ്റ്റേജ് ആണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ അപ്പോൾ തന്നെ കാലിക്കറ്റ് ലീവ് എടുത്ത് വന്നു ഇവിടുത്തെ ഒരു സർജനെ കാണിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഹോൺകിൻസ് ലിംഫോമ എന്ന് പറയുന്ന ഒരുതരം ക്യാൻസറാണ് എനിക്ക് വന്നത്. അതിനുശേഷം ഞാൻ ഒരു ഓങ്കോളജിസ്റ്റിനെ കണ്ടു. അതായത് ഞാൻ എൻ്റെ എല്ലാമായ ഡോക്ടർ KV ഗംഗാധർ സാറിൻ്റെ അടുക്കൽ എത്തിപ്പെടുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കീമോതെറാപ്പി, റേഡിയേഷൻ, സർജറി എല്ലാം ചെയ്തു. അതിനുശേഷം 100% ക്യൂറബിളായി. അതിന് ശേഷം വീണ്ടും അഗെയിൻ എനിക്ക് അസുഖം വന്നു. സെയിം സ്ഥലത്ത് തന്നെ റിലാപ്സ് വന്നു. ഡോക്ടർ KV ഗംഗാധർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ കീമോതെറാപ്പി, സർജറി, അതിനുശേഷം അസുഖം ഭേദമാവാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും വിധേയനായി. ഏകദേശം 100-ൽ മുകളിൽ ആൾക്കാരുടെ പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ എല്ലാം എൻ്റെ ശരീരത്തിൽ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം സാറിന് ഈ രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിച്ചത്? എനിക്ക് സിംറ്റംസ് കണ്ടത് കഴുത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. പക്ഷേ അവിടെ എല്ലായിരുന്നു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സിംറ്റം കണ്ടത് ഞാൻ അവിടെയാണ്. പക്ഷേ എനിക്ക് ലങ്ങിന് തൊട്ടടുത്ത് തന്നെ വലിയൊരു മുഴ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു പാട്ട് ഇവിടെ കണ്ടു. സൂചനയായിട്ട് അത് കണ്ടത് കൊണ്ടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. എന്നിട്ട് പോലും ഞാനൊരു ക്യാൻസർ ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം പൊതുവിൽ ആൾക്കാർക്കുള്ളൊരു ധാരണയുണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചോയ്സസ് ആണ് ഒരു തീരുമാനിക്കപ്പെടുക, സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാരാണ്, ഇത് മാത്രമേ വരുള്ളൂ ധാരണയുണ്ട്. അപ്പോൾ സാറെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ യാതൊരു കാരണവും ഇല്ല. ഞാൻ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഡ്രിങ്ക്സ് യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സിഗരറ്റ് ഇന്ന് വരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കും ഈ ഒരു അസുഖം വന്നിട്ടുമില്ല. പക്ഷേ ഇന്ന് എനിക്ക് അന്നൊന്നും ഞാൻ അതൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഇന്ന് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെയൊരു സംസാരിക്കാൻ പറ്റുന്നത്. കാരണം ചെയ്തിരിക്കുന്ന മെഡിസിൻ എല്ലാം എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം എനിക്ക് പൂർണ്ണമായിട്ട് ഭേദമാകാൻ പറ്റിയത് അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആരോഗ്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഓൾറെഡി ഉണ്ടായത് കൊണ്ട് ചികിത്സ പെട്ടെന്ന് ബലവത്താൻ പറ്റി. അതെ. അപ്പോൾ ഇത് ആദ്യം തിരിച്ചറിഞ്ഞ സമയത്ത്, ആ തിരിച്ചറിഞ്ഞ മൊമെൻറ്റിൽ എങ്ങനെയായിരുന്നു ഒരു മാനസികാവസ്ഥ? പക്ഷേ അന്ന് എനിക്ക് കാരണം ഈ ഒരു അസുഖമാണ് തിരിച്ചറിഞ്ഞപ്പോൾ അന്ന് ഞാൻ അത്രയായിരുന്നു. കാരണം എനിക്ക് ഫാമിലിയിൽ മാരീഡൊന്നും അല്ലായിരുന്നു ഫസ്റ്റ് അസുഖം വന്ന സമയത്ത്. അച്ഛനമ്മ, ബ്രദർ, ചേച്ചി എന്നുള്ള ആ ഒരു ഇതായിരുന്നു, ഫ്രണ്ട്സ് ഇത്രയുള്ളായിരുന്നു. പക്ഷേ അസുഖം വന്ന സമയത്ത് ഞാൻ അതിനെ അത്രയൊരു നിസ്സാരമായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ കുറച്ച് വിൽ പവർ എനിക്ക് അന്നേ ഉണ്ടായിരുന്നു, എന്താണെന്ന് അറിയില്ല. പക്ഷേ ക്യാൻസർ വന്ന സമയത്തും ഞാനത് ആ രീതിയിൽ തന്നെ, കാരണം ഗംഗാധർ സാർ പോലും എന്നോട് പറയായിരുന്നു, നീ കുറച്ച് മെച്ചേർഡ് ആയ ആൾക്കാരെ കൂട്ടിയിട്ട് നിൻ്റെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് കൊണ്ടുപോകാന്ന്. കാരണം എൻ്റെ ഫ്രണ്ട്സ് മാത്രമാണ് എനിക്ക് കൂടെ വരും. രണ്ടാമത് എനിക്ക് അസുഖം വന്ന സമയത്ത് ഞാൻ മാനസികമായിട്ട് കുറച്ച് തകർന്നിരുന്നു. കാരണം എന്നെ വിശ്വസിച്ച് എൻ്റെ ലൈഫ് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കാരണം ഉറപ്പിച്ച വിവാഹത്തിൽ നിന്നും നമ്മുടെ സമൂഹം, വീട്ടുകാർക്കുള്ള പ്രശ്നമല്ലായിരുന്നു, സമൂഹത്തിൽ ചിലരുടെ മിഥ്യാധാരണ കാരണം വിവാഹത്തിൽ നിന്ന് ആ കുട്ടിയുടെ വീട്ടുകാരെ പിന്തിരിപ്പിച്ചിരുന്നു. പക്ഷേ എനിക്കൊരു ജീവിതം തരാൻ വേണ്ടിയിട്ട് ആ കുട്ടി എൻ്റെ കൂടെ ഇറങ്ങി വന്നായിരുന്നു. അപ്പോൾ രണ്ടാമത് അസുഖം വന്ന സമയത്ത് അവൾ എങ്ങനെയെന്നുള്ള, കാരണം അവൾക്ക് എൻ്റെ ലൈഫ് പോയോ എന്നുള്ള ആ ഒരു, കാരണം
എൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവിടെ പൂർണ്ണ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റി. കാരണം എനിക്ക് ആ പോസിറ്റീവ് എനർജി തിരിച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം സൗഹൃദ വലയങ്ങളിലും അതുപോലത്തെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ട്. യെസ്, എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ കരുത്ത്. സാമ്പത്തികമായിട്ടല്ലെങ്കിലും മാനസികമായിട്ട് നമുക്ക് ഒരുപാട് പിന്തുണ എൻ്റെ ഫാമിലിൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇനി ഈ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോകുന്ന പല ആൾക്കാരും ഉണ്ടാവും. അപ്പം അവർ ഏത് രീതിയിലാണ് ഇത് ഡീൽ ചെയ്യേണ്ടത് സാറിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഒന്നുമില്ല, സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മിഥ്യാധാരണ ഉണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയത്, കാരണം എൻ്റെ ആ ഒരു സമയത്ത് അസുഖം വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കാരണം നെഗറ്റീവ് ചിന്താഗതിയാണ് പലർക്കുള്ളത്. ക്യാൻസർ രോഗം വന്നാൽ അത് കഴിഞ്ഞു, ആ വ്യക്തിയുടെ ജീവിതം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇത്രയും സമൂഹമുണ്ട്. കാരണം എന്താ, നമ്മുടെ മെഡിക്കൽ രംഗം ഡെവലപ്പായിട്ട് പോലും ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് തന്നെ അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ, ഈ ഒരു അസുഖം വന്നതിന് ശേഷം ഞാൻ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു വ്യക്തിയെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കണ്ടപ്പോൾ ഒരു കൈക്കുഞ്ഞിനെ, അവനും അവൻ്റെ ഭാര്യയും കൊച്ചും ഉണ്ടായിരുന്നു. ഞാൻ മുടിയെല്ലാം കൊഴിഞ്ഞ് കീമോതെറാപ്പി ചെയ്ത് മുടിയെല്ലാം കൊഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ ആ കൊച്ചിനെ കൈനീട്ടി എടുക്കാൻ നോക്കിയപ്പോൾ അവൻ്റെ എഡ്യൂക്കേറ്റഡ് ആയ ഭാര്യ എനിക്ക് ആ കൊച്ചിനെ തരാതെ പോയി കളഞ്ഞു. കാരണം ആ കൊച്ചിനെ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിനും ക്യാൻസർ രോഗം പകരും എന്നുള്ള ആ കുട്ടിയുടെ മിഥ്യാധാരണ. ഇങ്ങനെയുള്ള കുറേ അവബോധം നമുക്ക്, കാരണം തെറ്റായ ഈ മിഥ്യാധാരണ മാറ്റണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഞാൻ എവിടെ പോയാലും, ഞാൻ പല ക്ലാസ്സുകളിലും ഈ അവയർനെസ്സിൻ്റെ ക്ലാസ്സുകളിൽ പോകുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്ന കാര്യം തന്നെയാണ്, നമ്മളെ ഗവൺമെൻറ് സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ ഈ ക്യാൻസറിൻ്റെ അവബോധം കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഓക്കെ. അപ്പം നിലവിൽ ഇപ്പോൾ ആൾക്കാർ ഇതിനോടുള്ള സമീപനം മാറ്റേണ്ട ഒരു കാലം അതിക്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നായിരിക്കും പല സ്കൂളുകളും കോളേജുകളിലും റെസിഡൻസ് അസോസിയേഷനുകളിലും ഇങ്ങനത്തെ ക്യാമ്പുകളും ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്കെന്താ ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു തിരിച്ചറിവുണ്ട്. കാരണം പഴയ പോലെയല്ല, കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ പറഞ്ഞത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. യെസ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഓൺ ക്യൂറിൻ്റെ ഒരു പ്രസക്തി വരുന്നത്. അതെ, ഞാനതിൽ ഏറ്റവും വലിയ സന്തോഷം, എനിക്ക് ഇതിൻ്റെ ഒരു പാർട്ടാവാൻ എനിക്ക് സാധിച്ചത് ഞാൻ വളരെയധികം സന്തോഷമാണ്. കാരണം എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഓൺ കെയർ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം നേരത്തെ തന്നെ ക്യാൻസർ രോഗികളെ കണ്ടെത്തുക, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, രോഗാവസ്ഥയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് അതെ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിൽ ഞാൻ അതിൻ്റെ മാനേജ്മെൻറ്റിനെ ഞാൻ വളരെയധികം അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അവർക്ക് ചെയ്യാൻ തോന്നിയത്, അപ്പോൾ അതിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയാലും ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. അപ്പം നമ്മൾ ക്യാൻസറിനെ പറ്റി പല ആൾക്കും പല ധാരണയുണ്ടാവും. ഇപ്പം പൊതുവിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ് ബ്ലഡ് ടെസ്റ്റ്, ഷുഗർ ടെസ്റ്റ്, അതൊക്കെ നോർമലൈസ്ഡ് ആണ്. പക്ഷേ ഒരിക്കലും ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് സ്ക്രീനിങ് ടെസ്റ്റ് ഒരിക്കലും നോർമലൈസ് ആയി. ഇപ്പോഴും നമ്മുടെ മെഡിക്കൽ രംഗം ഒരുപാട് പുരോഗമിച്ചെങ്കിലും സ്ക്രീനിങ് ടെസ്റ്റ് പോലത്തെ കാര്യങ്ങൾ ഇപ്പോഴും നോർമലൈസ്ഡ് ആയിട്ടില്ല, ആൾക്കാർ അതിലേക്ക് പോകുന്നില്ല. അതിനെപ്പറ്റി സാർ എന്താണ് അഭിപ്രായം? ഇപ്പം ഓൺ കെയറിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈസി ചെക്ക്, അതുപോലെ 1-2 ലിക്വിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. ആ ബ്ലഡ് ടെസ്റ്റുകളിൽ തന്നെ ഏകദേശം 30-32 ക്യാൻസറിൻ്റെ ജീനുകളെ നമുക്ക് തിരിച്ചറിയാൻ, നേരത്തെ തന്നെ ക്യാൻസർ രോഗം വരുന്ന ജീനുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നിട്ട് കൺഫർമേറ്റീവ് ടെസ്റ്റ് അല്ല, ജീനുകളെ തിരിച്ചറിയാനുള്ള ഒരുപാട് ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകളും മറ്റും ഇപ്പോൾ ഈ ഓൺ കെയറിൽ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം പൊതുസമൂഹത്തിന് ഇങ്ങനെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടെന്നുണ്ടാകുമ്പം അവർ ആദ്യമേ എടുക്കുന്ന ഒരു ധാരണ ഇതൊരു ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അത്രയും എക്സ്പെൻസീവ് ആണ്, നമുക്ക് രോഗം വന്ന് ചികിത്സിക്കുന്ന ആ ഒരു എക്സ്പെൻസ് ഡിറ്റക്ഷൻ സമയത്ത് ഉണ്ടാവും. എന്താണ് സാർ? നമ്മളൊന്നുമില്ല, എനിക്ക് ഈ ഒരു അസുഖം വന്ന സമയത്ത് ഞാൻ ഗൾഫിൽ ജോലി എടുക്കുന്ന സമയത്ത് സമ്പാദിച്ചതും എൻ്റെ ഫാമിലി പ്രോപ്പർട്ടി എല്ലാം വിറ്റിട്ട് ആ ഒരു കാലഘട്ടം 2005-2010 ഉള്ള ബില്ല് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം 35 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ 35 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ചിലപ്പം ഒരു 1000-10,000 രൂപ മുടക്കുന്നതിൽ മടി കൂടാതെ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അപ്പം നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെല്ലാവർക്കും ഒരു ചെറിയ തുക മാത്രമേ ആവുന്നുള്ളൂ ഈ ഒരു ഡിറ്റക്ഷൻ ടെസ്റ്റ് വഴി പോകുന്ന സമയത്ത്. തുടക്കത്തിൽ നമ്മൾ അതൊരു ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ക്യാൻസർ രോഗത്തെ തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഫാമിലിയുടെ നമ്മുടെ സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുന്നില്ല. ഓക്കെ. ഇപ്പം സാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിലവിൽ ക്യാൻസർ ബാധിതരായ ആൾക്കാരും ഉണ്ട്, ട്രീറ്റ്മെൻറ്റിൽ അണ്ടർഗോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേസമയത്ത് തന്നെ ടെസ്റ്റിന് വരുന്ന ആൾക്കാരുണ്ട്. ഈ 2 ആൾക്കാരും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഗുണങ്ങൾ എത്രമാത്രമാണ്, എന്തുമാത്രം വൈകിയാണ് അവർ തിരിച്ചറിയുന്നതിനെ കൊണ്ടുള്ള ദോഷങ്ങൾ
സാർ അതെങ്ങനെയാണ് കാണുന്നത്? ഞാനിപ്പോൾ മെയിൻ ഘടകം എന്ന് വെച്ചാൽ പലരും ഈ ക്യാൻസർ രോഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചിലർ പറയുന്നില്ല. ഒന്നുകിൽ ചില ലേഡീസ് സ്ത്രീകളുടെ ചില പ്രശ്നങ്ങൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഭർത്താക്കന്മാർ ഗൾഫിലാണെങ്കിൽ അല്ലെങ്കിൽ മകളുടെ കല്യാണം ഉണ്ടെങ്കിൽ ഇതെല്ലാം കഴിയട്ടെ എന്നിട്ട് പറയാമെന്ന്, ചിലപ്പോൾ അത് ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കും ഈ അസുഖം. ഓക്കെ. പക്ഷേ ഇവരത് മടി കൂടാതെ ആദ്യമേ തുറന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാം. പക്ഷെ അത് പറയാതിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ സെക്കൻഡ് സ്റ്റേജ് കഴിയും. തേർഡ് സ്റ്റേജ് എത്തിയതിന് ശേഷം അത് പുറത്തേക്ക് വ്യാപിച്ചതിന് ശേഷം മാത്രമേ അവർ ഒന്നുകിൽ ഫാമിലിയോട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നുള്ളൂ. അതുണ്ടാകരുത്. കാരണം അത്രയും വൈദ്യശാസ്ത്രം ഡെവലപ്മെൻ്റ് ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ മടി കൂടാതെ തുറന്നു പറയാൻ എല്ലാവരും തയ്യാറാവണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ക്യാൻസർ ഇതുപോലെ ഡിറ്റക്ട് ചെയ്യുന്ന ഓൺ ക്യൂർ പോൾ സെൻറ്ററിൽ എനിക്കൊന്ന് കേരളത്തിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓൾറെഡി ഓൺ ക്യൂർ കണ്ണൂർ അവരുടെ ആ ഒരു എഫിഷ്യൻസി പ്രൂവ് ചെയ്തതാണ് ക്യാൻസർ ഇല്ലാത്തൊരു കണ്ണൂർ എന്നൊരു ക്യാമ്പയിനിലൂടെ. അവരിപ്പോൾ കോഴിക്കോടും ഉണ്ട്. അപ്പം എത്രമാത്രമാണ് ഇതുപോലത്തുള്ള പുതിയ ടെസ്റ്റുകൾ അല്ലെങ്കിൽ സെൻറ്റേഴ്സ് വരുന്നത്? അത് നമുക്ക് ഏത് രീതിയിൽ പൊതുസമൂഹത്തിന് ഉപയോഗപ്പെടുത്താം? ഇപ്പം ഓൺ ക്യൂറിൻ്റെ ലക്ഷ്യം തന്നെ നേരത്തെ കണ്ടുപിടിക്കുക, ക്യാൻസർ രോഗത്തെ പൂർണ്ണമായിട്ടും ഈ കേരളത്തിൽ തന്നെ ഈ ഭൂമുഖത്ത് തന്നെ തുടച്ചു നിർത്തുന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു തന്നെയാണ് ഈ മാനേജ്മെൻറ്റ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഓൺ ക്യൂർ വ്യാപിക്കുന്നത് തന്നെ നമുക്ക് വിചാരിക്കാം. ഓക്കെ. ആൾക്കാർ പല സ്റ്റേജിലും കൂടി പോകുന്ന ആൾക്കാരായിരിക്കും. ചില ആൾക്ക് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം അവരെ എങ്ങനെ ഇതിന് നമ്മൾ സംസാരിച്ച പോലെ ഏത് രീതിയിലാണ്? കാരണം സാർ ഞാൻ കണ്ട ഫസ്റ്റ് ഡേ മുതൽ ഭയങ്കര പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരാളാണ്. എപ്പോഴും ടെൻഷൻ ഇല്ലാതെ എല്ലാം നമുക്ക് നേരിടാമെന്നുള്ളൊരു മനസ്ഥിതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഇത് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ടാവും. പൊതുവിൽ ആൾക്കാർ ഈ ഒരു രോഗം ബാധിക്കപ്പെട്ടാൽ എങ്ങനെയായിരിക്കണം അവർ ഡീൽ ചെയ്യുക? അവർ പറയാതെ വെക്കുന്നതിന് പകരം ആദ്യമേ തന്നെ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കുന്നതായിരിക്കില്ല നല്ലത്. അതെ, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ ഈ ഒരു അസുഖം എന്തെങ്കിലും ഒരു ലക്ഷണം നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടിട്ടുണ്ടെങ്കിൽ അത് മടി കൂടാതെ ഫാമിലിയോട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് തുറന്ന് പറയണം. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ ഈ ഒരു അസുഖം വന്ന സമയത്ത് ഒരാൾ പോലും എനിക്കൊരു സപ്പോർട്ട് തരാൻ, അതായത് മാനസികമായിട്ട് ഈ ഒരു അസുഖത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ഒരാളോട് നമുക്കൊരു അഭിപ്രായം ചോദിക്കാമല്ലായിരുന്നു, തുറന്ന് പറയാനും പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം അതല്ല അവസ്ഥ. എനിക്ക് തന്നെ അറിയാം, ഇപ്പം മലബാർ ഹോസ്പിറ്റലിൽ വരുന്ന ഒരുപാട് എനിക്ക് അല്ലാതെ വരുന്ന കോളുകളിലൂടെ ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് എനിക്ക് ഒരു പ്രചോദനമാകാൻ എൻ്റെ ഈ ഒരു ജീവിതകഥ തന്നെ എനിക്ക് സാധിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ പോലും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ക്യാൻസർ രോഗം വന്നു ജീവിതത്തോട് മടുത്ത ഒരുപാട് വ്യക്തികൾ എൻ്റെ ഒരു കോള് കൊണ്ട് മാത്രം അവരെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. അവർക്ക് കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഞാൻ അവർക്ക് കൊടുത്ത സപ്പോർട്ടിൻ്റെ പേരിൽ ഇന്ന് അവർ ഭൂമുഖത്ത് നല്ല ആരോഗ്യത്തോടെ ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടു കൂടി ജീവിക്കുന്നതുകൊണ്ട് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. ഓക്കെ. അപ്പം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ടെസ്റ്റുകൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നത് തന്നെയാണ് സാറിന്? യെസ്, തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗപ്പെടുത്തണം തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ അവയർനെസ് ഇപ്പം നിലവിലുണ്ടാകുന്ന അവയർനെസ്സും സ്കൂളിൽ കോളേജിലൊക്കെ അത്രമാത്രം വ്യാപിക്കപ്പെടുന്നുണ്ടെന്നുള്ളൊരു ധാരണ കുറവാണ്. ഇനി എത്രമാത്രം നമുക്ക് ആ ഒരു ജേണി ഇനിയുണ്ട് ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ? അതിന് മുൻകൈ എടുത്ത് ഓൺ ക്യൂർ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ, ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മാനേജ്മെൻറ്റ് അത് മുൻകൈ എടുത്തിട്ട് ഓൺ ക്യൂർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം സാറിനും പേഴ്സണലി ഒരു ജേണിയിൽ കൂടി ക്യാൻസറിൻ്റെ ബാധിതമായിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാൻസർ ബാധിക്കുന്നതിന് മുന്നേ നമ്മൾക്ക് ആ രോഗത്തോടൊരു സമീപനം ഉണ്ടാവും. ഭയങ്കര ലൈറ്റായിട്ടുള്ള ആൾക്കാർ കാണുക, എനിക്ക് വരില്ല എന്നുള്ളൊരു ധാരണയിൽ വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റും കംപ്ലീറ്റ് ആയിട്ട് സഹകരിച്ച് ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാൻ നമ്മൾ ഉത്തരവാദിത്തമാണ്. അപ്പം ഈ രണ്ട് മാനസികാവസ്ഥ സാർ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഇനി വരുന്ന ആൾക്കാർ എങ്ങനെ ആയിരിക്കണം അവർ സ്വയം പ്രിപ്പയർഡ് ആവേണ്ടത്? ഒന്നുമില്ല, ഞാനിപ്പോൾ പ്രേമ ചോദിച്ച പോലെ തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. കാരണം പ്രേമ ചോദിച്ചല്ലോ എങ്ങനെയാണ് പ്രിപ്പയർഡ് ആയതല്ലേ, ക്യാൻസർ രോഗം വരുമോ വരില്ല എന്നുള്ള. അപ്പോൾ അത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു അസുഖം വന്ന സമയത്ത് ഞാൻ ഏറ്റവും ആദ്യം ചിന്തിച്ചത് ഇത്രയും ഭാരിച്ചൊരു ചിലവ് വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. ഓക്കെ. കാരണം ഞാൻ ഗൾഫിൽ ജോലി എടുക്കുന്ന സമയത്ത് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തൊരു വ്യക്തിയായിരുന്നു. 3 വർഷം ഇൻഷുറൻസിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത ഒരാളാണ്. 3 വർഷം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ പേയ്മെൻറ്റ് എനിക്കൊരു അസുഖം വരുന്നില്ല ധാരണയിൽ ആ പേയ്മെൻറ്റ് ഞാൻ നിർത്തിക്കളഞ്ഞു. അതിനുശേഷം 5-ാമത്തെ വർഷമാണ്, 2 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഈ ഒരു അസുഖം വരുന്നത്. അന്ന് ഞാൻ ആ ഒരു ഇൻഷുറൻസ് എടുത്ത് വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും എൻ്റെ സാമ്പത്തിക ഭദ്രത തകരില്ലായിരുന്നു. കാരണം ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ക്യാൻസർ രോഗം വരത്തില്ല എന്ന്. കാരണം സമൂഹത്തിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എനിക്കോ അല്ല എൻ്റെ ഫാമിലിക്കോ ക്യാൻസർ രോഗമല്ല.
ഇന്നിപ്പം ഏതൊരു വീട്ടിലേക്കും എന്താ പറയുക, ഏതൊരു കക്ഷി രാഷ്ട്രീയ വ്യക്തിമെന്നെ പണക്കാരനാണോ പാവപ്പെട്ടവനോ ആണോ എന്ന് നോക്കാതെ തന്നെ ക്യാൻസർ രോഗം വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. എന്ന് വെച്ചിട്ട് ശരീരത്തിൻ്റെ മുഴ കണ്ടാലോ ഒരു കല കണ്ടാലോ അത് ക്യാൻസർ രോഗമാണെന്ന് ചിന്തിച്ച് നെഗറ്റീവ് ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു സിംറ്റംസ് തോന്നുന്നുണ്ടെങ്കിൽ അത് മടി കൂടാതെ തുറന്നു പറയുക. ആദ്യമേ നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഒരു ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലത്തെ രോഗങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ളത്. യെസ്. അപ്പോൾ പൊതുസമൂഹം ഇതിനൊരു നെഗറ്റീവായി കാണേണ്ടതോ ഭയപ്പെട്ട് മാറി നിൽക്കേണ്ടോ ആവശ്യമില്ല എന്ന് തന്നെയാണ് സാറ് പറയുന്നില്ല. നമ്മൾക്കിപ്പോൾ ഇന്നിപ്പോൾ ഏതൊരു ഫാമിലിയിലും ഒരു ക്യാൻസർ രോഗി അല്ല അവരുടെ ഒരു സുഹൃത്ത് ക്യാൻസർ രോഗിയുണ്ട്. എല്ലാ വീടുകളിലും എല്ലാ ഫാമിലിയിലും ഒരു ക്യാൻസർ രോഗിയുണ്ട്. ഫാമിലി തന്നെ അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല, എല്ലാ വീടുകളിലും ക്യാൻസർ രോഗമുണ്ട്. അതിനെക്കൊണ്ട് കുറേ ആൾക്കാർക്ക് ഇതറിയാം ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. കാരണം പിന്നെ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു ക്യാൻസർ രോഗി വന്നു കഴിഞ്ഞാൽ അവരുടെ എപ്പോഴും ഒരു സിമ്പതിയാണ്. കാരണം അതുണ്ടാവരുത്. കാരണം എനിക്ക് തന്നെ ഒരുപാട് അനുഭവമുണ്ട്. എന്നെ കാണുന്നവരെല്ലാവരും ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. അവന് ക്യാൻസർ രോഗം വന്നല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതി മനസ്സിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ, കാരണം നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള എനർജി അവർക്ക് കൊടുക്കുക. എപ്പോഴും നെഗറ്റീവ് അവരുടെ അടുത്ത് സംസാരിക്കാതെ, നിങ്ങളൊരു പേഷ്യൻസിനെ കാണാൻ പോവുകയാണ് തന്നെ, ഒരു ക്യാൻസർ രോഗിയെ കാണാൻ പോവുകയാണ് തന്നെ, ആ പേഷ്യൻറ്റിനോട് ഒരിക്കലും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ പറയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എപ്പോഴും അവർ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളെ പറ്റിയും അല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളെ പറ്റി മാത്രം അവരോട് പറയുക, സംസാരിക്കുക. ഇത്രയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലരുണ്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ പേഷ്യൻ്റെ മുമ്പിൽ ചില കരയുന്ന ആൾക്കാരുണ്ട്, ഒരുപാടുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ട് അതൊന്നും ഉണ്ടാവരുത് തന്നെയാണ് എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്. ഇപ്പം സാറിപ്പം മലബാർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതും ഓൺക്യൂറിൻ്റെ ഭാഗമായിട്ടും വർക്ക് ചെയ്യുന്നതുകൊണ്ട് എല്ലാ ഏജ് റേഞ്ചിലുള്ള ആൾക്കാരെയും സാറിന് കാണാൻ പറ്റും. അപ്പം ഈ പൊതുവിലിപ്പം ക്യാൻസർ രോഗം പിടിപെടുന്നത് പ്രായം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുട്ടികൾക്കും ക്യാൻസർ വരുന്നൊരു അവസ്ഥയുണ്ട്. അത് എന്തൊക്കെ കാരണമാവാന്നുള്ളൊരു സാറിനൊരു ധാരണ അതിനെപ്പറ്റിയുണ്ടോ? ഇപ്പം നമ്മൾക്ക് തന്നെ ഒരുപാട് സ്കൂളുകളിൽ കൂടെ തന്നെ നമ്മൾ ഈ ഒരു അവബോധം കൊടുക്കുന്നതിലൂടെ HPV വാക്സിനേഷൻ എന്ന് പറഞ്ഞിട്ട് കുട്ടികളിലേക്ക് അടിക്കുന്ന വാക്സിനേഷൻ ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം അത് 9 വയസ്സ് മുതൽ അതെ സ്ത്രീകൾക്കല്ലേ സെർവൈക്കൽ ക്യാൻസർ? അതെ, സെർവൈക്കൽ ക്യാൻസറിനുള്ള വാക്സിനേഷൻ നമുക്കിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഫുൾ സപ്പോർട്ടോടുകൂടെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും അവബോധം കൊടുക്കണമെന്ന് തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രായമെത്തിയ ആൾക്കാർക്ക് മാത്രമല്ല ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരും ക്യാൻസർ പിടിപെടാമെന്ന് സാധ്യതയുള്ളതുകൊണ്ട് ഇത്തരം വാക്സിനുകൾ എടുക്കും. ഒരുപാട് കേസുകൾക്ക് ചെറിയ കുട്ടികൾക്ക് വരെ ക്യാൻസർ വരുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇത്തരം വാക്സിൻ എടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെസ്, തീർച്ചയായിട്ടും. അവസാനമായിട്ടും സാറിന് എന്തെങ്കിലും ആഡ് ചെയ്ത് പറയാനുണ്ടോ? ഒന്നുമില്ല, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അതായത് ക്യാൻസർ രോഗം എന്തെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ അത് മടി കൂടാതെ ഫാമിലിനോടും ഫ്രണ്ട്സിനോടും ആദ്യമേ തന്നെ തുറന്നു പറയുക. തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ പോയിട്ട് ആദ്യം തന്നെ കാണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടെ ഓൺ കെയർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഞാൻ വാക്ക് തരുന്നു. അപ്പം ഈ ഒരു പോഡ്കാസ്റ്റിൽ സാറ് വന്നതിൽ ഒരുപാട് സന്തോഷം. സാറിൻ്റെ സ്വയമായിട്ടുള്ളൊരു സ്റ്റോറി പറയാൻ പലരും മടിക്കും. അപ്പോൾ അങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നതിൽ ഒരുപാട് പേർക്ക് പ്രചോദനം ആവട്ടെ എന്ന് ആശംസിക്കുന്നു.